ആലപ്പുഴയിൽ എസ്.എൻ. ട്രസ്റ്റിന്റെ പൊതുപരിപാടിയിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ സംസാരിക്കുകയായിരുന്നു. ശക്തമായ പ്രസ്താവന വെള്ളാപ്പള്ളി നടേശന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നു. ഹിന്ദു ഐക്യം കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. നായർ ഈഴവ സമൂഹം എന്നത് സഹോദര തുല്യരാണ് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. സുധീഷ് ഗോപാൽ തുടരുകയാണ്. സുധീഷ്, വെള്ളാപ്പള്ളിയുടെ ഈ പ്രസംഗം അത് ചരിത്രത്തിൻ്റെ ഭാഗമാകുന്നു എന്നുകൂടി വിശേഷിപ്പിക്കണം. കാരണം ഹിന്ദു ഐക്യം കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. രണ്ട്, നായർ ഈഴവ സമൂഹം എന്ന് പറയുമ്പോൾ അത് ഒന്നാണ്. അതായത് അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ, അവരുടെ പൈതൃകം, അതെല്ലാം ഒന്നാണ്. അതിനെ ആർക്കും രണ്ടാക്കാൻ കഴിയില്ല എന്ന ശക്തമായ സന്ദേശമാണല്ലോ ഈ ഘട്ടത്തിൽ അദ്ദേഹം പറയുന്നത്. ഹൈന്ദവ ഐക്യം, അതിനുള്ള സാധ്യതയും അത് ആ ഒരു വെള്ളാപ്പള്ളി നടേശൻ മുന്നോട്ട് വെച്ച ആ ആശയം അത് നിലനിർത്തിക്കൊണ്ട് തന്നെയുള്ള വാക്കുകളാണ് ഇന്നും വെള്ളാപ്പള്ളി നടേശനിൽ നിന്നും ഉണ്ടായത്. അതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് സുകുമാരൻ നായർ ആദ്യം ഈ വിഷയത്തിൽ പറഞ്ഞ അഭിപ്രായം അദ്ദേഹത്തിന്റെ അഭിപ്രായമായിരുന്നു. അതിനുശേഷം ചില രാഷ്ട്രീയ ഇടപെടലിന്റെ ഇല്ല, ചില വ്യക്തികളുടെ സ്വാധീനത്തിന്റെ പുറത്താണ് മറ്റൊരു അഭിപ്രായം പറയേണ്ടി വന്നത്. ഒരു തരത്തിലും NSSനെതിരെ അവരെ ശത്രുക്കളായി കണ്ട് ഒരു തരത്തിലും അവരെ കടന്നാക്രമിക്കാൻ ശ്രമിക്കരുത്. നമ്മളെല്ലാം ഹിന്ദുക്കളാണ്, ഓരോ നായന്മാരും നമ്മുടെ സഹോദരങ്ങളാണ്, നായർ നമ്മുടെ സഹോദരന്മാരാണ് എന്ന നിലയ്ക്ക് തന്നെ ഇടപെടണം എന്ന ഒരു ആഹ്വാനമാണ് വെള്ളാപ്പള്ളിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതോടൊപ്പം തന്നെ സുകുമാരൻ നായരെയും വളരെ പുകഴ്ത്തി, വളരെ ബഹുമാനത്തോടെയാണ് സുകുമാരൻ നായരെയും കണ്ടത്. സുകുമാരൻ നായർ വളരെ നല്ല വ്യക്തിയാണ് എന്നത് തന്നെയാണ് വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തത്. ആ രീതിയിൽ സുകുമാരൻ നായർ ഈ വിഷയത്തെ കണ്ടതും ഈ കാലഘട്ടത്തിന്റെ ആവശ്യം എന്ന നിലയ്ക്ക് തന്നെയായിരുന്നു. അതിനുശേഷം ആ കമ്മിറ്റി കൂടിയപ്പോൾ എടുത്ത തീരുമാനം അറിയിക്കേണ്ടി വന്നത് ആ കമ്മിറ്റിയുടെ സെക്രട്ടറി എന്ന നിലയ്ക്ക് സുകുമാരൻ നായരുടെ ചുമതലയാണ്. അത് അദ്ദേഹം നിർവഹിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഹിന്ദു ഐക്യം എന്നത്, അത് നായാടി മുതൽ ഹിന്ദു ഐക്യം എന്ന് പറയുമ്പോഴും നസ്രാണി വരെയുള്ളവരുടെ കൂട്ടായ്മ, അത് ഐക്യം ഉണ്ടാവണം. അത്തരത്തിൽ സമാനഗതിയിൽ ചിന്തിക്കുന്നവർ ഒന്നിക്കണം എന്ന ഒരു കാര്യം തന്നെയാണ് ഇന്നും വെള്ളാപ്പള്ളി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഈ രീതിയിൽ കാണുമ്പോൾ എന്നും സഹോദരങ്ങളാണ് നായന്മാർ എന്നതും എടുത്തു പറയുന്നു. ആ രീതിയിൽ ഹൈന്ദവ ഐക്യം മുന്നോട്ട് വെച്ച് തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം പറയുന്നു, തന്നെ മുസ്ലിം ലീഗിന്റെ ചില ചൂഷണങ്ങൾ, ഇല്ലെങ്കിൽ പിന്നിൽ നിന്ന് കുത്തിയ അത്തരം സമീപനങ്ങൾ അത് ചൂണ്ടിക്കാട്ടിയപ്പോൾ മുസ്ലിം വിരോധിയാക്കി ചിത്രീകരിച്ചു. അത്തരത്തിൽ തന്നെ കടന്നാക്രമിക്കുമ്പോൾ തനിക്ക് പൂർണ്ണ പിന്തുണ നൽകി എല്ലാ ആത്മവിശ്വാസവും നൽകിയ ആളാണ് സുകുമാരൻ നായർ. ആ രീതിയിൽ മറ്റു പലരും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം ഇപ്പോൾ SNDPയും NSSും തമ്മിലടിക്കും, ഹൈന്ദവർ തമ്മിലടിക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിൽ അവർക്ക് തെറ്റി. ഞങ്ങൾക്ക് അങ്ങനെ ഒരു വൈരാഗ്യവുമില്ല, ഞങ്ങൾ സഹോദരങ്ങളായി തന്നെ മുന്നോട്ട് പോകും, എല്ലാവരും ഹിന്ദുക്കളാണ് എന്ന ആ ഒരു നിലപാട് തന്നെയാണ് വെള്ളാപ്പള്ളി ഇവിടെ. മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പഴയ നിലപാട് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്, മുസ്ലിം ലീഗിനെയാണ് വിമർശിക്കുന്നത്, മുസ്ലിങ്ങളെയല്ല. മുസ്ലിം ലീഗ് വിഭജനത്തിൻ്റെ രാഷ്ട്രീയമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. മലപ്പുറം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ താൻ പറഞ്ഞ നിലപാടിൽ ഇപ്പോഴും അടിയുറച്ചു നിൽക്കുകയാണ്. അതിൽ തന്നെ കത്തിച്ചതുകൊണ്ട് ആ യാഥാർത്ഥ്യം അല്ലാതാകുന്നില്ല. മാത്രമല്ല, വെള്ളാപ്പള്ളി നടേശൻ സംവാദത്തിന് വെല്ലുവിളിക്കുകയാണ്. മലപ്പുറം ഉൾപ്പെടെയുള്ള വിഷയത്തിൽ മുസ്ലിം ലീഗിൻ്റെ മതരാഷ്ട്രീയത്തെ പറ്റിയൊക്കെ താൻ പറഞ്ഞ നിലപാടിൽ സംവാദത്തിന് തയ്യാറുണ്ടോ എന്ന ചോദ്യം കൂടി ഈ പ്രസംഗത്തിൽ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ടല്ലോ. തീർച്ചയായും അത് തന്നെയാണ് പറഞ്ഞത്. തന്നെ കത്തിച്ചാലും താൻ പറഞ്ഞ വാക്കുകൾ ഇല്ലാതാവുന്നില്ല. താൻ പറഞ്ഞ വാക്കുകൾ അത് ഇന്നും സമൂഹത്തിൽ പ്രസക്തമാണ്. സാമൂഹ്യ നീതിയാണ് ആവശ്യം എന്നതാണ് മുന്നോട്ട് വെക്കുന്നത്. തങ്ങൾക്ക് വേണ്ട, തന്റെ സമുദായത്തിന് വേണ്ട ആനുകൂല്യങ്ങൾ നിഷേധിക്കുമ്പോൾ, സമുദായത്തെ പിന്നിൽ നിന്ന് കുത്തുമ്പോൾ കണ്ടു നിൽക്കാനാവില്ല. അത്തരം പോരാട്ടം തുടരുക തന്നെ ചെയ്യും. അത് ആര് പറഞ്ഞാലും തന്റെ വാക്കുകൾക്കും തന്റെ നിലപാടുകൾക്കും മാറ്റമില്ല. ഈ വിഷയത്തിൽ തുറന്ന സംവാദത്തിന് തയ്യാറാണ് എന്നത് തന്നെയാണ് വെള്ളാപ്പള്ളി നടേശന്റെ വാക്കുകൾ. അത് നേരത്തെയും അദ്ദേഹം തുറന്ന സംവാദത്തിന് ഈ വിഷയങ്ങളിൽ താൻ കണക്ക് നിരത്തിയാണ് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. വെറുതെ പറയുന്നതല്ല, അതിൽ യാഥാർത്ഥ്യമുണ്ട്. ആ യാഥാർത്ഥ്യങ്ങൾ ആര് മറിച്ചു പറഞ്ഞാലും ഇല്ലാതാവുന്നതല്ല എന്നതാണ് വെള്ളാപ്പള്ളി നടേശൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ രീതിയിൽ ശക്തമായ രീതിയിൽ ഒരു ഹിന്ദു ഐക്യം ആ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ട് സാമൂഹ്യ നീതി നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള ആ പ്രയത്നം, ആ പോരാട്ടം, ആ ആശയം മുൻനിർത്തി തന്നെ മുന്നോട്ട് പോകും എന്നതാണ് വെള്ളാപ്പള്ളി നടേശൻ ഇവിടെ പറഞ്ഞത്. സ്വാഭാവികമായും നമുക്കറിയാം, ഈ ഒരു രീതിയിൽ ഈ NSS പിന്മാറിയ ഒരു ഘട്ടത്തിൽ അതൊരു NSS SNDP കലഹത്തിലേക്ക് പോകുമെന്ന് പലരും പ്രതീക്ഷിച്ചെങ്കിൽ, വിചാരിച്ചെങ്കിൽ, ചിന്തിച്ചെങ്കിൽ അതിന് നേർവിപരീതമായി NSSനെ വീണ്ടും ചേർത്ത് പിടിക്കുന്ന, സഹോദരന്മാരായി കണ്ട് മുന്നോട്ട്
മുന്നോട്ട് പോകാൻ ആഹ്വാനം ചെയ്യുന്ന വാക്കുകൾ തന്നെയാണ് വെള്ളാപ്പള്ളി നടേശന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതിനെ പൂർണ്ണ കയ്യടിയോടെയാണ് സദസ്സും ഏറ്റെടുത്തത്. പൂർണ്ണമായും അതിന് വെള്ളാപ്പള്ളി നടേശന് പിന്തുണ കൊടുത്തുകൊണ്ട് ഏവരും നിറപുഞ്ചിരിയോടെ അതിനെ സ്വീകരിക്കുന്നതായിരുന്നു നമുക്കിവിടെ ഈ സമ്മേളന നഗരിയിൽ കാണാനായതും. ഗൗതം, യെസ്, ആലപ്പുഴയിൽ SN ട്രസ്റ്റിന്റെ പരിപാടിയിൽ സംസാരിക്കവേ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. തന്നെ മുസ്ലിം വിരോധിയാക്കാൻ ആരും ചിത്രീകരിക്കേണ്ടതില്ല. വിഭജനത്തിന്റെ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്ന, വർഗീയതയുടെ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്ന മുസ്ലിം ലീഗിനെയാണ് താൻ വിമർശിക്കുന്നത്. ആ വിഷയത്തിൽ സംവാദത്തിന് തയ്യാറുണ്ടോ എന്ന് വെള്ളാപ്പള്ളി നടേശൻ ചോദിക്കുന്നു. ഒപ്പം വളരെ സുപ്രധാനമായ പ്രസ്താവന, ഹിന്ദു ഐക്യം എന്ന നിലപാടിൽ SNDP യോഗവും വെള്ളാപ്പള്ളി നടേശനും അടിയുറച്ച് നിൽക്കുകയാണ്. ഹിന്ദു ഐക്യം കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. നായാടി മുതൽ നസ്രാണി വരെയുള്ള ഐക്യം യാഥാർത്ഥ്യമാകും. ഒരുപക്ഷെ ഇന്ന് ഏതെങ്കിലും രീതിയിലായ ഐക്യം യാഥാർത്ഥ്യമാകുന്നില്ലെങ്കിലും നാളെകളിൽ ഇത് യാഥാർത്ഥ്യമാകേണ്ടതാണ് എന്ന ചരിത്രപരമായ പ്രസ്താവന കൂടി അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണ്. സുധീഷ് ഗോപാലാണ് ആലപ്പുഴയിൽ നിന്നും വിശദമായ വിവരങ്ങളുമായി ചേർന്നത്.